ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു ഉച്ചയ്ക്കുള്ള ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കണത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് നമ്മൾ വെള്ളരിക്ക വെച്ചിട്ട് ഒരു മോര് കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അത് മാത്രമല്ല, ഞാൻ അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ മേടിച്ചത് ലുലു എന്നാണ് കേട്ടോ. സുരേഖ എന്നാണ് അരിയുടെ പേര്. പൊട്ടരിയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നണത്. നീണ്ടിരിക്കും. ഞങ്ങൾക്ക് ആർക്കും അത് ഇഷ്ടമായിട്ടില്ല. ഇനി കഴിഞ്ഞിട്ട് വേണം വേറെ മേടിക്കാനായിട്ട്. ഇവിടെ ചോറുണ്ണലൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഒരു 10 കിലോ അരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാസമൊക്കെ ഈസി ആയിട്ട് കഴിഞ്ഞു പോകാൻ പറ്റും. അമ്മൂന് ചോറ് നിർബന്ധമാണ്, അപ്പൂന് ചോറിൻ്റെ നിർബന്ധമൊന്നുമില്ല. രാവിലെ ചപ്പാത്തിയാണ് കേട്ടോ അവൻ കൊണ്ടുപോവുക. അപ്പം മോരുകൂട്ടാൻ ഒരുവിധം ദിവസങ്ങളിലൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതാണ്. അതിപ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും ചെയ്യും. പെട്ടെന്ന് ഇപ്പോൾ ഒരു കൂട്ടാനെങ്ങാനും കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്കതെടുത്ത് ചൂടാക്കി യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ വെള്ളരിക്കൊക്കെ തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിനി കുക്കറിലിട്ടിട്ട് 1-2 വിസിലടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ച നാളികേരം അരച്ച് കുറച്ച് ജീരകവും കുറച്ച് പച്ചമുളകും ഇട്ടിട്ട് അരച്ചെടുക്കുക. ഞാൻ ഉണ്ടാക്കുന്ന മോര് കൂട്ടാൻ എപ്പോഴും മഞ്ഞ കളറിലാണ് കേട്ടോ ഇരിക്കുക. കാരണം എന്താ വെച്ചാൽ ഞാൻ മുളക് പൊടി തീരിടില്ല, പേരിനൊരു കുറച്ചിടുള്ളൂ. അത് മാത്രമല്ല, നാളികേരം അരക്കണയിൽ ഞാൻ പച്ചമുളക് യൂസ് ചെയ്യും കേട്ടോ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കണ പോലെ മോര് കൂട്ടാൻ ഉണ്ടാക്കുന്നത് കാണണം എന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിടാം കേട്ടോ. ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കിതിന് മുന്നേ ഒരു ചാനലുണ്ടായിരുന്നു. അത് മോണിറ്റൈസേഷനൊക്കെ ആയി, ഏണിങ്സൊക്കെ ഒരു പ്രാവശ്യം വന്നൊരു ചാനലായിരുന്നു. അതെൻ്റെ ഒരു കയ്യബദ്ധം കൊണ്ടാണ് ആ ചാനൽ എനിക്ക് മിസ്സായി പോയത്. കാരണം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി. അപ്പോൾ അതാണെങ്കിൽ ഞാൻ കണ്ടുമില്ല. അപ്പോൾ ചാനൽ റിമൂവ് ആവും എന്ന് പറഞ്ഞ സമയത്താണ് നമ്മളിതിനെപ്പറ്റി കണ്ടതും. പിന്നെ കുറേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇപ്പോഴും അതൊരു പെൻഡിങ്ങിൽ കിടക്കണ പോലെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ ഒരുപാട് ഫാമിലി മാറ്റേഴ്സ് ഒന്നും പറയില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് സന്തോഷങ്ങളും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ കാണിച്ച് വീഡിയോ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല സജഷൻസ് ഉണ്ട് വെച്ചെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാം. അതുമാത്രമല്ല, ആദ്യത്തെ എൻ്റെ വീഡിയോസിൽ ഞാനൊരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. ആ Q&Aയിൽ എനിക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ വീഡിയോ ആയിട്ട് ചെയ്യണേക്കാട്ടും മുന്നേ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയല്ലോ. അപ്പോൾ ഞാൻ എന്താ പഠിച്ചത്, എൻ്റെ വീട് എവിടെയാ, വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യണമൊന്നുമില്ല. ഞാൻ പഠിച്ചത് MBA ആണ്. കുറച്ച് കാലം ജോലിയൊക്കെ ചെയ്തായിരുന്നു പുറത്ത്, ഹസ്ബൻഡിൻ്റെ അടുത്തായിരുന്നു കുവൈറ്റിൽ. പിന്നെ ഞങ്ങളിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ നാട്ടിൽ സെറ്റിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് എന്നെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങളൊക്കെ ഏത് സ്ഥലത്തു നിന്നാണ് ഈ വീഡിയോ കാണുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ കൂർക്ക ഒരു കവറിലാക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് തൊലി കളഞ്ഞെടുക്കണം. ഇത്തിരി പാടാ. പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ തൊലി കളഞ്ഞത് മേടിക്കാനൊക്കെ കിട്ടും. പക്ഷേ അതിനൊരു 10 രൂപ എക്സ്ട്രാ അവർ മേടിക്കുമല്ലോ. എന്തിനപ്പോൾ അത് ഇത്തിരി നമ്മൾ എന്തായാലും വെറുതെ ഇരിക്കുകയാണ് വീട്ടിൽ. അപ്പോൾ നമുക്ക് കുറച്ച് മെനക്കെട്ടാലും കുഴപ്പമില്ലല്ലോ. നേരം പോണ പരിപാടിയാണ്, എന്നാലും വേണ്ടില്ല. നമുക്ക് കൂർക്കയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. പിന്നെ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് എന്താ പറയുക, വാർക്കാൻ പോവാണ്. എൻ്റെ കയ്യിൽ വാർക്കണ ഒരു പാത്രമുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ കമത്തി വയ്ക്കുകയാണ് ചെയ്യുക. പിന്നെ അത് റിസ്ക്കാണ്. ഞാൻ കുവൈറ്റിലുള്ള സമയത്ത് ഇതേപോലെ ചോറിങ്ങനെ വാർക്കാൻ നേരത്തെ അത് തട്ടിപ്പോയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നിറയെ പൊള്ളിയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ റൈറ്റ് സൈഡായ കാരണം സാരി എടുക്കുമ്പോൾ കാണില്ല. അത് വലിയ ഭാഗ്യമായിട്ട് മാറിയത്. ഞങ്ങൾ താമസിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമോ. നമ്മുടെ ചിമ്മിനി ഡാമൊക്കെ നമ്മുടെ ഈ റൂട്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ പുന്നയൂർക്കുളമാണ്. ആൽത്തറ പുന്നയൂർക്കുളം എന്ന് കേട്ടിട്ടുണ്ടോ? അവിടെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മുടെ നാലപ്പാട്ട് തറവാടും കാര്യങ്ങളൊക്കെ അവിടെയാണ് കേട്ടോ സ്ഥിതി ചെയ്യണത്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോരുകൂട്ടൻ ഓൾറെഡി സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൂർക്ക ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തിരി വലിപ്പമുള്ള കൂർക്കയാണ് ഞാൻ അങ്ങനെ മേടിക്കാറ് നോക്കിയിട്ട്. കൂർക്ക വലിപ്പമുണ്ടെങ്കിൽ നന്നാക്കാനും എളുപ്പമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കൂർക്ക നമ്മൾ വീട്ടിലൊക്കെ ചാക്കിലാണ് തല്ലുക.
എൻ്റെ കയ്യിൽ ചാക്കില്ല, പിന്നെ ഒന്നാമത് 1 കിലോ കൂർക്കയുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കവറുണ്ട് ഡ്യൂട്ടി ഫ്രീയുടെ, അപ്പോൾ അതിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ അടിക്കുക. അപ്പോൾ ഞാൻ ആ കവർ എടുക്കാൻ പോയിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ആ കവറിലിട്ട് നമുക്ക് പുറത്ത് പോയിട്ടൊന്ന് ഇങ്ങനെ തല്ലിയെടുക്കാം കേട്ടോ. കൂർക്കനെ തല്ലി വരുമ്പോഴേക്കും നമ്മുടെ വെള്ളരിക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കൂട്ടാൻ വയ്ക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒരു മണിക്കൂറുണ്ടെങ്കിൽ ഉച്ചയ്ക്കത്തെ പരിപാടികളൊക്കെ നല്ല കറക്റ്റായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാം. അപ്പം ഞാൻ നാളികേരം, ജീരകവും പച്ചമുളകും കൂടി അരച്ചത് ഞാൻ തൈരിലാണ് കേട്ടോ അരയ്ക്കുക. അത് കൂട്ടാനിലേക്ക് ഒഴിച്ച് ഇത്തിരി വെള്ളം കൂടി മിക്സിയിൽ ഒഴിച്ച് അതിലേക്ക് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, തിളപ്പിക്കേണ്ട. തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കി ഇനി നമുക്ക് കടുകും മുളകും വറുത്തിടാം കേട്ടോ. ചീനച്ചട്ടി ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കടുക്, വേണമെങ്കിൽ കുറച്ച് ഉലുവയും കൂടി ഇടാം കേട്ടോ. പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് മുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കൂട്ടാനിലേക്ക് ഒഴിക്കാം കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മോര് കൂട്ടാൻ തന്നെയാണ് കേട്ടോ. അത് ഗുരുവായൂർ അമ്പലത്തിലെ മോര് കൂട്ടാനാണ്. ആ ഒരു കൂട്ടാൻ്റെ ടേസ്റ്റ് വേറെ എവിടെ ഉണ്ടാക്കിയാലും കിട്ടില്ല. ഞാൻ പല വട്ടമൊക്കെ ട്രൈ ചെയ്തതാണ്, പക്ഷേ ഗുരുവായൂർ അമ്പലത്തിലെ മോര് കൂട്ടാൻ്റെ ടേസ്റ്റ് നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല കേട്ടോ. പറയുമ്പോൾ ഒരു കട്ടിയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, മത്തങ്ങയൊക്കെ ഇട്ടിട്ട് അല്ലേ. ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഊണ് കഴിക്കാറുള്ളവർ, ഇഷ്ടപ്പെട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുമോ. അവിടെ സാമ്പാറും മോര് കൂട്ടാനും ഉണ്ടാവും. ഞങ്ങളൊക്കെ സാമ്പാറിനേക്കാളും എനിക്കിഷ്ടം മോര് കൂട്ടാനാണ് കേട്ടോ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പൂന് ചോറുണ്ണാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂർക്കപ്പേരി എന്തായാലും ആവില്ല. അപ്പം ഞാനൊരു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. 2 മുട്ട പൊട്ടിച്ച്, പ്രത്യേകിച്ച് സബോളയും ഒന്നും അരിഞ്ഞൊന്നുമില്ല, വെറുതെ മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുത്തു. അപ്പൂ ഊണേക്കട്ടെ കേട്ടോ. അപ്പോൾ കൂർക്ക നമ്മൾ തല്ലിയെടുത്താലും അതിന് മുകളിൽ അതിൻ്റെ തൊലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് നേരം എടുത്തിട്ടാണ് ക്ലീൻ ചെയ്ത്. എനിക്ക് ദേഷ്യം വന്നു പോയിട്ട് അവസാനം ഇതിനും ഭേദം പുറത്തുനിന്ന് മേടിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നേരം എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ തെങ്ങാറ്റം കൂടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വലിച്ച് പറക്കിയിടണം, തേങ്ങയും ഓലയൊക്കെ. അനു ചേച്ചീനെ വിളിച്ചില്ല എന്ന്, കാരണം ഇയാൾ ഇന്ന് വരുന്ന ഉറപ്പുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അനു ചേച്ചീനെ ജോലിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റാവുന്നിടത്തോളം വലിച്ചു കൂട്ടിയിടാന്ന്. എനിക്കിപ്പോൾ സംസാരിക്കാൻ അത്ര വലിയ ഫ്ലോ ഒന്നും കിട്ടുന്നില്ല കേട്ടോ. പറയുമ്പോൾ ഒക്കെ തെറ്റിപ്പോവുക. കാരണം പഴയ ചാനലുണ്ടായിരുന്നപ്പോൾ റെഗുലറായിട്ട് വീഡിയോ ഇട്ടിരുന്നു, അതിൻ്റെ ഒരു ഫ്ലോ കിട്ടിയിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പോൾ പക്ഷേ കുറച്ചായി, ഞാൻ ഈ പുതിയ ചാനലായതിന് ശേഷം ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ഇടാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഓൺ വോയിസ് കൊടുത്ത് സംസാരിക്കുമ്പോൾ ആകെ കൂടിയിട്ട് ഇങ്ങനെ മിസ്റ്റേക്സ് വരിക, അതൊന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഞാൻ കൂർക്ക നന്നാക്കിയത് ഒരൊറ്റ നിപ്പിൽ കുറേ നേരം നിൽക്കേണ്ടി വന്നു കേട്ടോ. അത് ഞാൻ കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം വിസിൽ വേണ്ടി വരും, ഒരു 4-5 വിസിൽ വരണ വരെ വെക്കാം നമുക്ക് എന്തായാലും. കൂർക്ക കുറച്ചധികം വേവണം എന്ന് തോന്നുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ നമ്മുടെ വെളുത്തുള്ളിയും ഉള്ളിയും പിന്നെ ചതച്ച മുളക് പാക്കറ്റിൽ ഉള്ളത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ചതച്ച വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ഇട്ടു, കുറച്ച് ചതച്ച മുളക് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കൂർക്ക അതിലിട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ കൂർക്കപ്പേരിയും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറമ്പിലുള്ള ഓലയും തേങ്ങയും വലിച്ചു കൂട്ടണം. അത് അത്രയും ചെയ്ത് കഴിഞ്ഞാൽ അന്നു ചേച്ചിക്ക് ബാക്കിയുള്ള പണിയല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ കൂർക്കപ്പേരി റെഡി ആയിട്ടുണ്ട്. അമ്മൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂർക്കപ്പേരി. കാരണം അത് വൈകുന്നേരം 4 മണിക്ക് ചായക്കൊക്കെ കൂടി കഴിക്കും. പണ്ട് നമ്മൾ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ ഈ വക സാധനങ്ങളൊക്കെ തന്നെയല്ലേ കഴിച്ചേർന്ന്. ചിലപ്പോൾ കൂർക്കപ്പേരി ഉണ്ടാവും. പിന്നെ വൈകുന്നേരത്തേക്ക് മുതിര വയ്ക്കും, കൊള്ളി ഉണ്ടാക്കും. കൊള്ളി എന്ന് പറഞ്ഞാൽ കപ്പ, ഞങ്ങളുടെ അവിടെയൊക്കെ കൊള്ളി എന്നാണ് കേട്ടോ പറയുക. പിന്നെ കൊഴുക്കട്ട ഉണ്ടാക്കും. നിങ്ങളുടെ അവിടെയൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കാറ്, വീട്ടിൽ ഉണ്ടാക്കി വെക്കാറ് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ വക സാധനങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഉച്ച കഴിഞ്ഞ് ഊണ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇറങ്ങിയത്. കാരണം ഭയങ്കര വെയിലാണ് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രാവിലെ ഭയങ്കര തണുപ്പും ഒരു 9 മണി 9:30 കൂടിയിട്ട് ഭയങ്കര ചൂടുമാണ് കേട്ടോ. അപ്പോൾ ഒരു സന്ധ്യ ആയിട്ടില്ല, ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഇതൊക്കെ ഒന്ന് വലിച്ച് കൂട്ടിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രേ ആവുമല്ലോ എന്ന് വിചാരിച്ചു.
അങ്ങനെ ഞാൻ കുറേയൊക്കെ പറമ്പിലുള്ളത് ഈ സൈഡും ബാക്ക് സൈഡും ഒക്കെ ഞാൻ വലിച്ചു കൂട്ടിയിട്ടാ. പക്ഷെ ഞാൻ ഒരു സാധനത്തിനെ കണ്ടില്ല. ഇപ്രാവശ്യത്തെ തേങ്ങയ്ക്കൊന്നും ഒരു വലിപ്പമില്ല കേട്ടോ. സാധാരണ ഞാൻ തന്നെയാണ് കേട്ടോ പൊളിച്ചിട്ട് നമ്മൾ എണ്ണയൊക്കെ കൊടുക്കാറ്. അപ്പം ഞാൻ അവിടെ ഒന്ന് അടിച്ചതിന് ശേഷം തേങ്ങയൊക്കെ അവിടെ കൂട്ടിയിടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തു കൂട്ടാ. ഈ ജാതിയും ഒക്കെ ഉള്ള കാരണം ഈ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇല വീഴുന്നുണ്ട്. ജാതി എല്ലാത്തിൻ്റെ ഇല വീണിട്ട് നിറയെ ഇങ്ങനെ മണ്ണിൻ്റെ കളറിൽ ഇലകൾ കിടക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അവിടെ വന്നിരുന്നാൽ അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കാണിക്കാനാണ് കേട്ടോ ഞാൻ പോണത്. നമ്മുടെ പറമ്പിൽ ഇങ്ങനത്തെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ അന്നു ചേച്ചി എന്നെ വിളിച്ച് കാണിക്കുക ചെയ്തത്. ഞാനാണെങ്കിൽ ഇതിൻ്റെ ഏരിയയിൽ നിന്ന് ഓലയും തേങ്ങയും ഒക്കെ വലിച്ചു കൂട്ടിയതാണ്, ഞാൻ കണ്ടില്ല. അപ്പോൾ ഈ ഭയങ്കരമായിട്ടാണ് കേട്ടോ. അതിൻ്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായിച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോ. അപ്പോൾ ആള് ഈ ഏരിയയിൽ നിന്ന് വിട്ടുണ്ടാവണം, കാരണം ഇത് ഊരിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് മൂപ്പര്. അപ്പോൾ അന്നു ചേച്ചി പറഞ്ഞു ഇത് മൂർഖൻ്റെ കവറാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായി എന്ന് പറയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മുറ്റൊക്കെ ഒന്ന് അടിച്ച് വൈകുന്നേരം വിളക്ക് വയ്ക്കുന്നതിനെക്കാട്ടും മുന്നേ ഞാൻ രാവിലെ അടിക്കാറില്ല കേട്ടോ ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ തൊട്ട് മുന്നിൽ ഫോറസ്റ്റ് ഏരിയ. രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴും. അത് കറക്റ്റ് പറന്നിട്ട് നമ്മുടെ മതിലിൻ്റെ ഇപ്പുറത്താണ് വന്ന് വീഴാറ്. അപ്പം ഞാൻ വൈകുന്നേരമാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ രാവിലെ ഭയങ്കര മടിയാണ്, ഭയങ്കര തണുപ്പായതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാറില്ല. പിന്നെ രാവിലത്തെ സ്കൂളിൽ പോക്കിൻ്റെ കാര്യങ്ങളൊക്കെ കൂടിയിട്ട് രാവിലെ മിറ്റടിക്കാറില്ല. ആദ്യമൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല, വൈകുന്നേരത്തേക്ക് വെച്ചു. അപ്പോൾ നമ്മൾ മെറ്റലിട്ടതിന് ശേഷം നമ്മുടെ അവിടുത്തെ പുല്ലൊന്നും വരാത്തതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ.